കരിമീൻ പൊള്ളിച്ചതിൻ്റെ മഹാത്മ്യം വിളമ്പുന്നതാണ് മലയാളിക്ക് പ്രിയം. അപ്പം നമ്മളിന്നിവിടെ കരിമീനല്ല, അതിന് പകരം നെട്ടർ എന്ന് പറയുന്ന ഒരു മീനാണ് പൊള്ളിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീണ ചേച്ചിയുടെ ചാനലിൽ നിന്നാണ്. അപ്പോൾ അത് നോക്കി നമുക്ക് എന്തും ധൈര്യമായിട്ട് ഉണ്ടാക്കാം, ഒന്നും പാളിപ്പോവില്ല. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ എൻ്റേതായ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു മീൻ പൊള്ളിക്കുന്നൊരു വീഡിയോ ആണിത്. സോ നമുക്ക് കണ്ടു നോക്കാം. അതിന് മുന്നേ പറയുന്നത് അബ്ബാര ടേസ്റ്റാണ്, അടിപൊളി സ്മെല്ലും. ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. വീഡിയോയിൽ കാണുമ്പോൾ കുറേ സ്റ്റെപ്പൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ടെങ്കിലും വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മാരിനേഷനാണ്. അതിനായിട്ട് നല്ല മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ, ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി മാത്രം ആഡ് ചെയ്താലും മതിയാവും. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടി. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എരിവ് കുറച്ചുണ്ടാക്കിയാലും മതിയാവും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചൊറുക്കിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ മീനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊരു 20 മിനിറ്റ് നേരമെങ്കിലും വെക്കണം. അപ്പോൾ അതിലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഇതിന് ശേഷം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ചൊറുക്കിയും വെള്ളവും ഒക്കെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. പിന്നെ വീണ ചേച്ചിയുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാളി പോകാറില്ല. എന്തും നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് അതിലുള്ളത്. സോ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷിനെ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈമീൻ അധികം എരിച്ചിൽ തോന്നില്ല. പിന്നെ എന്തൊരു മാരിനേഷൻ ചെയ്യുമ്പോഴും വീട്ടിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഫിഷിൻ്റെ സൈഡ് ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞിട്ട്, സൈഡ് മീൻസ് മേലെ ഇങ്ങനെ വരഞ്ഞിട്ട് ആ വരഞ്ഞയിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിവിടെ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ് വെക്കാം. 20 മിനിറ്റിലും കൂടിയാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചത്. അപ്പോൾ നമ്മൾ 4 മീനെയാണ് ഇവിടെ പൊള്ളിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനായിട്ടുള്ള ഇല നമുക്ക് മുറിക്കാൻ പോവാം. നല്ല നാടൻ വാഴയിലയിലാണ് നമ്മൾ നമ്മുടെ മീനെ പൊള്ളിച്ചെടുക്കാൻ പോണേ. ഇലയൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആ മീൻ പൊതിഞ്ഞ് നമുക്ക് കെട്ടാനായിട്ട് വള്ളിയും വേണം. അപ്പോൾ അതും നമുക്ക് വാഴയമ്മ തന്നെ എടുക്കാം. മീനെ പൊള്ളിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് കാണാം. അപ്പോൾ ഇലയൊക്കെ പൊട്ടിച്ച് ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഒരു നാടൻ തനിമ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില പൊട്ടി വരുമ്പോൾ മീൻ അടി പിടിക്കാതിരിക്കാനും നല്ലതാണ്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ലതാണ് കറിവേപ്പില. മീൻ വറുക്കുമ്പോൾ നല്ല നമുക്ക് ചിക്കൻ ആയാലും എന്ത് വറുക്കുമ്പോഴായാലും ചെയ്യാം. ദെൻ നമ്മുടെ മീനിനെ ഇങ്ങനെ നിരത്തി വയ്ക്കുക. ഞാൻ എല്ലാം ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തു, കാരണം അതിനകത്ത് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എളുപ്പം പെട്ടെന്ന് പണി കഴിയുമല്ലോ. പിന്നെ അധികം വലുപ്പമില്ലാത്ത മീനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫിഷ് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഒരു പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ പച്ചമുളക് 1 അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇത് നമ്മൾ പൊട്ടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മീൻ മറിച്ചിടുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ആയിരുന്നത്. ഒരു 5 മിനിറ്റൊക്കെ ആയിരിക്കും ഏകദേശം എടുത്തിട്ടുണ്ടാവുക. കറക്റ്റ് ടൈം ഞാൻ നോക്കിയില്ല, പക്ഷേ ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ, അതായത് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആവണ്ട, കാരണം നമ്മളിനി ഇതിനെ ഇലയിലിട്ട് പൊള്ളിച്ചെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ കിടന്നിനി മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പൊട്ടിച്ച പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് കഴുകുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി വേണം, ഇഞ്ചിയും വേണം. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. വെളുത്തുള്ളി ഒരു 4-5 അല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണങ്ങിയ കുരുമുളകാണ്, ഫ്രഷ് അല്ല, വീട്ടിൽ ഇനിയുള്ളതാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, നാടൻ മുളക് പൊടി ഇട്ടാലും മതി സാധാരണ, പക്ഷേ അപ്പോൾ കളർ കുറവായിരിക്കും. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുറച്ചുകൂടി കളർ ഉണ്ടാവും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് ഞാൻ എൻ്റേതായ ഒരു രീതിക്ക് ആഡ് ചെയ്യുന്നതാണ്. കുറച്ച് പെരിഞ്ജീരകം വീട്ടിൽ മീൻ വറുക്കുമ്പോഴേക്ക് ഇടാറുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഇടുന്നതാണ്. ഇത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. ഞാൻ കണ്ട റെസിപ്പിയിൽ ഇത് ഉണ്ടായിരുന്നില്ല. പെരിഞ്ജീരകം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. അത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി അത് അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ മീനെ മറന്നു പോകരുത്. മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് എന്താ പറയുക, എണ്ണയ്ക്ക് പോയി ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ. ആ ഒരു ടൈമിൽ നമ്മുടെ മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മസാല വഴറ്റിയെടുക്കണ പ്രിപ്പറേഷനാണ്. അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു ഒതൻറ്റിക് എന്താ പറയുക റെസിപ്പി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് ചുമ്മാ ഒരു രസത്തിന് എടുത്തതാണ്. പക്ഷേ മൺചട്ടി ആകുമ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാട്ടോ. സാധാ പാൻ എടുത്താലും മതി, ഒരു ഭംഗിക്ക് എടുത്തേ ഉള്ളൂ. അതിലോട്ട് നമ്മുടെ മീൻ വറുത്ത ആ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ചുമന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ സവാള. ഫുൾ ചുമന്നുള്ളിയിൽ ഉണ്ടാക്കിയാലായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ നമുക്ക് ചുമന്നുള്ളി അരിയിൽ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഒരു ചെറിയ സവാള എടുത്തു. രണ്ടും ഓൾമോസ്റ്റ് എന്താ പറയുക ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല, കൂടുതലും ചുമന്നുള്ളി തന്നെയാണ്. ദെൻ കറിവേപ്പിലായിരുന്നു ഏറ്റവും ആദ്യം ഇടേണ്ടിയിരുന്നത് എണ്ണയിലേക്ക്. ഞാനത് മറന്നതുകൊണ്ട് ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ടാണ് കറിവേപ്പില ഇട്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ അത് വഴറ്റി ആ ഒരു ഡ്രൈ എന്താ പറയുക അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ പോയി ആ ഒരു പാകമായി കഴിയുമ്പോൾ നമ്മൾ അരച്ച മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ആ ഇളക്കി എന്താ പറയുക മസാലയൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ പുളിവെള്ളം ചേർത്താലും മതിയാവുമെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ തക്കാളി ചേർത്തു, പിന്നെ ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിന്. നമ്മുടെ മീനിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ആ ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ കുറവുള്ളത് മസാലയിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊതിഞ്ഞ് സെറ്റാക്കാം വാഴയിലയിൽ. ആദ്യം തന്നെ ഒരു വാഴയില വലുപ്പത്തിലുള്ളത് വയ്ക്കാം. അതിലൊരു ചെറിയ വാഴയിലയുടെ പീസ് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻ അടി പിടിക്കാതിരിക്കാനാണ് അങ്ങനെ വെക്കുന്നതെന്നാണ് വീണ ചേച്ചി പറഞ്ഞത്. അപ്പോൾ ആ ഒരു സെയിം പോലെ തന്നെ ഒരു ചെറിയ പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ഈ ചെറിയ വാഴയിലയിൽ നിന്ന് മീൻ എടുക്കാനും എളുപ്പമായിരിക്കും. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഫുൾ ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കാം. ഓരോ ഗ്യാപ്പിലും മീനിൻ്റെ മേലെയും. ഇപ്പോൾ മസാല കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ തേക്കാം, കുറവ് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ കുറവ് തേക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ മസാല ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ല മണമായിരുന്നു കേട്ടത്. മസാല ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ മീനിൻ്റെ മേലെ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുക നല്ലപോലെ. അതിന് ശേഷം നമുക്ക് സവാള, തക്കാളി, അതുപോലെ കറിവേപ്പിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ തക്കാളി യൂസ് ചെയ്തിട്ടില്ല, കാരണം തക്കാളി എനിക്ക് അത്ര ഇഷ്ടമില്ല, വീട്ടിലും അധികം ഇഷ്ടമൊന്നുമില്ല. പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു സവാളയും കറിവേപ്പിലയും മാത്രമേ വെച്ചിട്ടുള്ളൂ. കറിവേപ്പില പിന്നെ വീട്ടിൽ സമൃദ്ധമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്തോരം വേണമെങ്കിലും വയ്ക്കാം. സോ നമ്മുടെ മീൻ പൊള്ളിച്ചത് അവസാന ഘട്ടത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ നന്നായിട്ട് പൊതിയുക. വാഴയുടെ ആ വള്ളി വെച്ച് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് പൊള്ളിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കട്ടിയുള്ള പാത്രത്തിലാണ് പൊള്ളിക്കുന്നത്. മൺപാത്രത്തിൽ പൊള്ളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അലുമിനിയത്തിൻ്റെ കുറച്ച് കട്ടിയുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ മസാലയൊക്കെ തേച്ച് എല്ലാ മീനും ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വയ്ക്കുകയാണ് ചെയ്തത്. ഒരു സവോളയും അതുപോലെ തന്നെ പറഞ്ഞ പോലെ കറിവേപ്പിലയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഭംഗിക്ക് ഒരു രസത്തിന് വെക്കണതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവും, കാണാനും ഭംഗി ഉണ്ടാവും. കറിവേപ്പിലൊക്കെ വളരെ സിമ്പിളാണ്. അതുപോലെ ചെറിയ പീസ് സവാളയും വെച്ചാൽ മതി. സോ നമ്മുടെ മീൻ നമ്മൾ പൊതിഞ്ഞെടുക്കാൻ പോവാണ്. ഭയങ്കര രസമാട്ടോ അതിങ്ങനെ ചെയ്യാനും കഴിക്കാനും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത്. ഇത് നെട്ടറാണ്, കരിമീനല്ല, നെട്ടർ പൊള്ളിച്ചത്. ഈ സെയിം റെസിപ്പി തന്നെയാണ് എന്താ പറയുക എല്ലാ മീനും യൂസ് ചെയ്യുന്നത്. ഞാൻ എടുത്ത റെഫറൻസിൽ ആവോലിയായിരുന്നു പൊള്ളിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആവോലിക്ക് പകരം കരിമീനിന് പകരം നെട്ടറാണ് പൊള്ളിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. അഴിഞ്ഞു പോരാത്ത രീതിയിൽ നല്ല എന്താ പറയുക ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പാത്രം പെട്ടെന്ന് കേടാവാൻ അടി പിടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി. അതിങ്ങനെ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ തുറക്കുമ്പോഴാണ് ആ ഒരു സ്മെല്ലും. അധികം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നതിന് മുന്നേ ഇപ്പോൾ കുറേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കഴിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ ഒന്നുകൂടി, അപ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ പൊള്ളിച്ചത്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചെറുതായിട്ട് ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെയാണ് ഇങ്ങനെ പൊളിക്കുന്നുണ്ടായിരുന്നത്. അതിങ്ങനെ കെട്ടൊക്കെ അഴിച്ച് വെള്ളിയൊക്കെ മാറ്റി ഇങ്ങനെ വാഴയില തുറക്കുമ്പോൾ തന്നെ ദൈവമേ അടിപൊളി മണമാണ്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ. വാഴയുടെ ഇലയുടെയും അതുപോലെ കറിവേപ്പിലയുടെയും മസാലയുടെയും മീൻ്റെയും എല്ലാത്തിൻ്റെയും കൂടിയുള്ളൊരു സ്മെല്ല് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ നെട്ടർ പൊള്ളിച്ചത് റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ചൂടും അതുപോലെ കുറച്ചിങ്ങനെ അതിൻ്റെ എന്താ പറയുക വിയർപ്പ് പോലെ ഇങ്ങനെ വെള്ളം ഇലയമൊക്കെ ഉണ്ടാവും. അതിങ്ങനെ തുറക്കുമ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ സവോളയിലൊക്കെ പറ്റി നല്ല ടേസ്റ്റാണ്. മീൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. മസാലയും ഗ്രേവിയും എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കപ്പ പുഴുങ്ങിയതിൻ്റെയൊക്കെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും.
സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് മോരുകറി.